മിഥുനെ കണ്ടതും അവൾ ഇമ വെട്ടാതെ അവനെ നോക്കി. നിത്യ, താന് അതെന്തിനാ എടുത്തത്? അതുകൊണ്ടല്ലേ അറിയാൻ സാധിച്ചത്? എന്ത്? സാറിൻ്റെ മനസ്സ്. ഇതിലെ വരികൾ കണ്ട് എനിക്ക് സന്തോഷപ്പെടേണ്ടതാണ്. പക്ഷേ എന്താണ് പക്ഷേ? അതിലെ ലാസ്റ്റ് വരികൾ, ആ കണ്ണുകളോട് മാത്രമായിരുന്നു വിശേടൻ്റെ പ്രണയം. ആ കണ്ണുകൾ ഒരിക്കലും എൻ്റെ സ്വന്തമല്ലല്ലോ. അവളുടെ വാക്കുകൾ ഇടറിയത് അവൻ ശ്രദ്ധിച്ചു. അറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞു. നിത്യ, ആർദ്രമായി അവൻ വിളിച്ചു. ഒരു തേങ്ങലോടെ നിന്ന് അവളെ അവൻ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ആ നിമിഷം അവൾക്ക് അത് ആവശ്യമായിരുന്നു. അമൃതയുടെ കണ്ണുകളാണ് നിൻ്റേതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്നല്ലേ അതിലെഴുതിയത്? എങ്കിലും എന്നെ അല്ലല്ലോ. ആര് പറഞ്ഞു? എനിക്കിഷ്ടമായിരുന്നു ഒരുപാട്. അവൾ ഞെട്ടലിൽ അവനെ നോക്കി. അവൻ അവളെ അഭിമുഖീകരിക്കാൻ പ്രയാസപ്പെട്ടു. സത്യം, സത്യം. ഉള്ളിലെവിടെയൊക്കെയോ ഇഷ്ടമായിരുന്നു തന്നെ. ഒരിക്കൽ കൂടി പറയാമോ? എന്ത്? എന്നെ ഇഷ്ടമായിരുന്നുവെന്ന് അവളൊരു കൊച്ചുകുട്ടിയെ പോലെ ചോദിച്ചു. ഇഷ്ടമായിരുന്നു ഒരുപാട്. ഒന്നുകൂടെ അവൾ കൊഞ്ചി. ഇഷ്ടം, 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 ഇഷ്ടം. മതിയോ? മതി. അവൾ ഹൃദ്യമായി ചിരിച്ചു. താൻ സ്നേഹത്തോടെ സംസാരിക്കുന്നത് പോലും അവൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നു എന്ന് അവൻ ഓർത്തു. നിത്യ, ഇങ്ങനെ നിന്നാൽ മതിയോ? ഭക്ഷണം കഴിക്കണ്ടേ? ഞാനത് മറന്നു. ഇപ്പം എടുത്തു വയ്ക്കാം. അവൾ പോയപ്പോൾ അവൻ ഓർത്തു, അവൾ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അവളെ താൻ അംഗീകരിക്കാൻ ഇനി വൈകിക്കൂടാ. ഇരുവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. കിടക്കാൻ നേരം അവൾ അവൻ്റെ അരികിൽ വന്നു. എന്താ നിത്യ, കുറച്ചു മുൻപ് പറഞ്ഞത് സത്യമാണോ? എന്ത്? എന്നെ ഇഷ്ടമാണെന്ന്? അത് നുണയാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അതല്ല, എങ്കിലും വിശ്വസിക്കാൻ ഒരു മടി. എങ്കിലിങ്ങോട്ടിരിക്കെ. അവൻ അവളെ അരികിലേക്കിരുത്തി. എനിക്കിഷ്ടമായിരുന്നു ആദ്യം കണ്ടപ്പോൾ മുതൽ ഈ കുറുമ്പത്തിയെ. അന്ന് ആക്സിഡൻറ്റ് പറ്റി ഒരു രാത്രി മുഴുവൻ നീ ഉറങ്ങുന്നത് നോക്കിയിരുന്നിട്ടുണ്ട് ഞാൻ. പിന്നെ എന്നെ ഇഷ്ടം ആണെന്ന് പറയാൻ വന്നു നിന്നപ്പോൾ അന്ന് ഞാൻ മനഃപൂർവ്വം പറയാൻ സമ്മതിക്കാഞ്ഞതാ. താൻ പറഞ്ഞ ചിലപ്പോൾ ഞാൻ തന്നെ സ്നേഹിച്ചു പോയിനെ. പിന്നെ ലൈബ്രറിയിൽ വെച്ച് എൻ്റെ അനുവാദം പോലും ചോദിക്കാതെ എന്നെ ചുംബിച്ചപ്പോൾ ദേഷ്യം കാണിച്ചെങ്കിലും ആ ചുംബനം ഞാൻ ആസ്വദിച്ചിരുന്നു. പിന്നെ അന്ന് ഞാൻ ബോധമില്ലാതെ തന്നെ ചേർത്ത് പിടിച്ചപ്പോൾ എന്തും സംഭവിക്കാമായിരുന്ന ആ നിമിഷം എന്നോടുള്ള എല്ലാ ഇഷ്ടവും ഉള്ളിലൊതുക്കി പക്വത കാണിച്ചപ്പോൾ ഒക്കെ എനിക്ക് തന്നെ ആവുകയായിരുന്നു. പിന്നീട് എനിക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി ചുരിദാറിട്ടപ്പോഴും അവസാനം എന്നെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ എനിക്കിഷ്ടം കൂടുകയായിരുന്നു. എന്നിട്ട് എന്താ ഇതൊക്കെ ഉള്ളിൽ ഒതുക്കിയത്? ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു നിത്യ. ഒന്ന്, നീ എൻ്റെ വിദ്യാർത്ഥിയാണ്. പിന്നെ എനിക്ക് നിന്നേക്കാൾ 10 വയസ്സ് കൂടുതൽ. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ ഒരുപാട്. എനിക്കതൊന്നും പ്രശ്നമല്ലായിരുന്നല്ലോ. എനിക്ക് നിൻ്റെ ഭാവി പ്രശ്നമായിരുന്നല്ലോ. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. വിശേട്ട, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ. അവൻ അവളുടെ തലമുടി തഴുകിക്കൊണ്ട് പറഞ്ഞു. നിത്യ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എന്താ വിശേട്ട, എനിക്ക് കുറച്ചും കൂടി സമയം വേണം പൂർണ്ണമായി നിൻ്റേതായി മാറാൻ. അത് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അവൻ്റെ അധരങ്ങളിൽ വിരൽ വെച്ചവൾ പറഞ്ഞു. എനിക്കറിയാം വിശേട്ട, ആവശ്യത്തിന് സമയമെടുത്തോളൂ. ഞാൻ തയ്യാറാണ് കാത്തിരിക്കാൻ. ആ മനസ്സിൽ ഞാൻ മാത്രമാകുന്ന ഒരു ദിവസത്തിന് വേണ്ടി. അവൻ അലിവോടെ അവളുടെ തലയിൽ തലോടി നെറുകയിൽ ചുംബിച്ചു. അവളുടെ കണ്ണുകൾ അടഞ്ഞു. കിടന്നു. എനിക്ക് കുറച്ച് വർക്കുണ്ട്. നാളെ തനിക്ക് ലീവ് തീരുമല്ലേ? എനിക്ക് ഉറക്കം വരണില്ല. ഞാൻ കിടക്കാൻ ഒരുപാട് ലേറ്റാവും. നാളെ താൻ ഓഫീസിൽ പോയി ഉറക്കം തൂങ്ങും. കാപ്പി വല്ലതും വേണം? ഒന്നും വേണ്ടായേ. അവൻ ചിരിച്ചു. അവൾ ഉറങ്ങാൻ കിടന്നു. അവൾക്കന്ന് ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. മിഥുൻ വീട്ടിൽ ചെല്ലുമ്പോൾ രാജശേഖരൻ ചാരുകസേരയിലായിരുന്നു.
അച്ഛൻ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല. നീ എന്താ താമസിച്ചത്? ഇറങ്ങിയപ്പോൾ ലേറ്റായി. ഉം. എന്തിനാ പെട്ടെന്ന് എന്നെ കാണാൻ നിനക്ക് തോന്നിയത്? ഞാൻ വിശാലിനെ കണ്ടു അച്ഛാ. അയാൾ പിടഞ്ഞെഴുന്നേറ്റു. വിശാൽ? ആ പേര് അയാളിൽ പല വിസ്ഫോടനങ്ങളും സൃഷ്ടിച്ചുവെന്ന് അവന് മനസ്സിലായി. ഏത് വിശാൽ? ഞെട്ടൽ മറച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. അച്ഛൻ ഏതൊക്കെ വിശാലിനെ അറിയാം? അമൃതയുടെ ഭർത്താവായിരുന്ന വിശാൽ. എന്നിട്ട് നീ അയാളോട് വല്ലതും പറഞ്ഞോ? ഇല്ല. പറയാൻ തീരുമാനിച്ചതായിരുന്നു. അപ്പോഴേക്കും അയാളുടെ വിവാഹം കഴിഞ്ഞു. അവൻ വേറെ വിവാഹം കഴിച്ചോ? ഇനി നീ ഒന്നും പറയാൻ നിൽക്കണ്ട. അവൻ ഒന്നും പറയാതെ ആലോചനയിൽ മുഴുകി. ഇത് പറയാനാണോ നീ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞത്? അല്ല. പിന്നെ? അത് അച്ഛനോടും അമ്മയോടും ഒരുമിച്ച് കാലത്ത് പറയാം. അവൻ അകത്തേക്ക് പോയി. റൂമിൽ പോയി ആലോചിച്ചു വിശാലിനെ കാണണോ വേണ്ടയോ എന്ന്. പറഞ്ഞാൽ ഇപ്പോഴുള്ള അയാളുടെ സന്തോഷം ഇല്ലാതാകും. പറഞ്ഞില്ലെങ്കിൽ ഈ സമൂഹത്തിന് മുന്നിൽ അയാൾ എന്നും കുറ്റക്കാരനായിരിക്കും. ഇല്ല, എല്ലാം അവൻ അറിയണം. മിഥുൻ മനസ്സിൽ ഉറപ്പിച്ചു. നിത്യ രാവിലെ ഉറക്കമുണർന്നപ്പോൾ ഡെസ്കിൽ തലവച്ചുറങ്ങുന്ന വിശാലിനെയാണ് കണ്ടത്. അവൾ അടുത്ത് ചെന്ന് വിളിച്ചു. വിശേട്ടാ, ഇന്നലെ ഇവിടെയാണോ കിടന്നത്? ഉറങ്ങിയത് എപ്പോഴാണെന്ന് ഓർമ്മയില്ലടോ. കൊള്ളാം, പോയി മുഖം കഴുകി വാ. അവൻ വന്നപ്പോൾ അവൾ ചായ നൽകി. താനെപ്പോഴും ഓഫീസിൽ? ദാ റെഡിയാകാൻ പോവാ. എങ്കിൽ ഒരുമിച്ച് ഇറങ്ങാം. ശരി, എങ്കിൽ പോയി കുളിക്ക്. ഞാൻ അപ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കാം. ഓക്കെ. അവൻ പോയ പാടെ അവൾ പുട്ടുണ്ടാക്കി. പുട്ടും പഴവുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അവൾ പപ്പയെയും വിശാലിനെയും അമ്മയെയും വിളിച്ച് സംസാരിച്ചു. അവൾ എല്ലാ ദിവസവും 2 വീട്ടിലേക്കും രാവിലെയും വൈകിട്ടും വിളിക്കും. ഇരുവരും ഒരുമിച്ചൊരുങ്ങി ഭക്ഷണം കഴിച്ചിറങ്ങി. വിശാൽ തന്നെയാണ് അവളെ കമ്പനിയുടെ മുന്നിൽ കൊണ്ടുപോയി വിട്ടത്. വൈകുന്നേരം ഞാൻ വരണോ? വേണ്ട, ഞാൻ വന്നോളാം. ഓക്കെ, ബൈ ബൈ. അവൾ ചെന്ന പാടെ മീര ഓടി വന്നു. നിന്റെ ഹണിമൂണൊക്കെ കഴിഞ്ഞോ? പിന്നെ ഹണിമൂൺ? ഒന്ന് പോടി. സാറ് ജീവനോടെ ഉണ്ടോ? അതോ? ഒന്ന് പോടി പെണ്ണെ. പറയടി നിന്റെ വിശേഷമൊക്കെ. എല്ലാം വിശദമായി പറയാം. ലഞ്ച് ബ്രേക്ക് ടൈം ആവട്ടെ. എനിക്ക് വീട്ടിലൊരാലോചന വന്നടി. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ. എന്നിട്ട് നീ പറഞ്ഞില്ലേ ഡോക്ടറുടെ കാര്യം? അങ്ങനെ അങ്ങ് പറയാൻ പറ്റുമോടി? അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ? അപ്പോൾ നീ ഡോക്ടറെ തേക്കാൻ പോവാണോ? പോടി മരഭൂതമേ. അവരുടെ വീട്ടിൽ നിന്ന് ഒരു പ്രപ്പോസലായി ഇങ്ങോട്ട് വന്നാൽ കുഴപ്പമില്ല. അതിന് വീട്ടുകാരോട് സംസാരിക്കാൻ ഏട്ടൻ വീട്ടിൽ പോയേക്കുക. അപ്പോൾ ഉടനെ ഒരു സദ്യയ്ക്ക് വകുപ്പുണ്ട്. നീയൊന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഏറ്റു. ഇരുവരും ജോലിക്ക് കയറി. ലഞ്ച് ബ്രേക്കിന് നിത്യ മീരയോട് മനസ്സ് തുറന്നു. ഇത്രയൊക്കെ മനസ്സിൽ വെച്ചിട്ടാ കൊച്ചു കള്ളൻ വെയിറ്റ് ഇട്ടത്. നീര പറഞ്ഞു. ഈവനിങ് നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണേടി. എവിടെ അടി? നാളെ സാറിൻ്റെ പിറന്നാളാണ്. കുറച്ച് സാധനം വാങ്ങാനാ. ഓക്കെ ഡി. അവൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി ഒരു ബർത്ത്ഡേ കേക്കും ഒരു ഷർട്ടും മുണ്ടും പിന്നെ സദ്യക്കുള്ള സാധനങ്ങളും വാങ്ങി. അവനൊരു സർപ്രൈസ് നൽകണമെന്ന് വിചാരിച്ചു. അവൾ ചെല്ലുമ്പോൾ വിശാലിൻ്റെ കാറ് പോർച്ചിലുണ്ടായിരുന്നു. അവൾ ഡോറ് തുറന്ന് അവൻ കാണാതെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് റൂമിലേക്ക് ചെന്നു. അവൾ ചെല്ലുമ്പോൾ അവൻ ഉറക്കമായിരുന്നു. അവൾ അവനെ വിളിക്കാനായി ദേഹത്ത് തട്ടി. അവൾ തൊട്ടപ്പോൾ അവനെ തീ പോലത്തെ ചൂട്. നെറ്റിയിൽ കൈവച്ചപ്പോൾ ഭയങ്കര പനി. നിത്യ അവൻ്റെ നെറ്റിയിൽ കൈവച്ചു. നല്ല പനിയാണ്. നല്ല പനിയാണല്ലോ വിശേട്ടാ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ടടോ, അത് മാറിക്കൊള്ളും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? സാരമില്ല, താൻ പോയി കുളിച്ചു വാ. ഞാൻ കുറച്ച് ഉറങ്ങട്ടെ. നാളത്തേക്ക് പനി മാറും. അവൻ കണ്ണുകൾ അടച്ചു കിടന്നു. അവൾ നേരെ അടുക്കളയിൽ പോയി വെള്ളം തിളയ്ക്കാൻ വെച്ചു. ഒരു അല്പം ചുക്കും കുരുമുളകും ഏലക്കയും ചതച്ച് വെള്ളത്തിലിട്ടു. അല്പം ചക്കരയും ഇട്ട് കാപ്പി ഉണ്ടാക്കി ചെറു ചൂടാക്കി അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൾ ചെന്നപ്പോൾ അവൻ ഉറക്കം പിടിച്ചിരുന്നു. അവൾ ഒരു കോട്ടൺ തുണി നനച്ച് അവൻ്റെ നെറ്റിയിലിട്ടു. പനി മുൻപത്തേക്കാളും കൂടിയിരിക്കുന്നു. അവൾ അവനെ വിളിച്ചുണർത്തി. ഈ കാപ്പി കുടിക്ക്. എനിക്ക് വേണ്ട നിത്യ, ഇത് ചുക്ക് കാപ്പിയാണ്. കുടിക്ക് വിശേട്ട. അവൻ മടിയോടെ എഴുന്നേറ്റ് അത് വാങ്ങിയൊന്ന് സിപ്പ് ചെയ്തു. ഒറ്റ വലിക്ക് കുടിക്ക് വിശേട്ടാ. ഇത്തിരി ബുദ്ധിമുട്ട് കാണും, എങ്കിലും പനി മാറും. അവൻ അവളെ അനുസരിച്ചു. അവൻ വീണ്ടും ഉറങ്ങാൻ കിടന്നു. അവൾ പോയി കുളിച്ചു വന്നു. ചായ ഇട്ട് ബിസ്ക്കറ്റും കൂടി കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് വിശാലിൻ്റെ നെറ്റിയിൽ തുണി നനച്ചുമിടും. ഇടയ്ക്ക് അർത്ഥബോധാവസ്ഥയിൽ അവൻ അറിയുന്നുണ്ടായിരുന്നു അവൾ അവന് കാവലിരിക്കുന്നത്. രാത്രി കഞ്ഞിയുമായി വിളിച്ചു. വിശേട്ട, എഴുന്നേറ്റ് കഞ്ഞി കുടിച്ചേ. എനിക്ക് വയ്യ. വേണ്ട. അവൻ്റെ സ്വരത്തിൽ അവശത നിറഞ്ഞു. അവൾ നെറ്റിയിൽ തൊട്ട് ചൂട് കൂടിയിരിക്കുന്നു. കഴിക്ക് വിശേട്ട, ഇല്ലെങ്കിൽ ക്ഷീണം കൂടും. എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ നിത്യ. അവൾ അവനെ എഴുന്നേൽപ്പിച്ച് തലയണ ചാരി വെച്ചിട്ട് അവനെ ഇരുത്തി.
എന്നിട്ട് കഞ്ഞി കോരി കൊടുത്തു. മതി നിത്യ, ശകലം കൂടി കഴിക്ക്, മരുന്ന് കഴിക്കാനുള്ളതാ. വേണ്ടടോ, വായിലൊക്കെ ഒരു കയ്പാണ്. ശരി, ഞാൻ വരുക, കിടക്കല്ലേ. അവൾ പോയി ചെറു ചൂടുവെള്ളം കൊണ്ടുവന്നു. അവൻ്റെ ദേഹം തുടച്ചു. ഷർട്ട് ഊരിയപ്പോൾ അവനൊരു വല്ലായ്മ തോന്നി. അവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവനെ പരിചരിച്ചു. നെറ്റിയിലും നെഞ്ചിലും വിക്സ് പുരട്ടി ആവി പിടിപ്പിച്ചു. അവൻ ഓർത്തു, താൻ വിചാരിച്ചതിലും ഒരുപാട് ഉപരിയായി അവൾ തന്നെ സ്നേഹിക്കുന്നു. പാത്രം കഴുകി നിത്യ വന്നപ്പോൾ അവൻ ഉറക്കം പിടിച്ചിരുന്നു. അവൾ അവൻ്റെ നെറ്റിയിൽ തൊട്ടു നോക്കി. പനി കുറവുണ്ട്. അവൾ അവനോട് ചേർന്ന് കിടന്നു. പെട്ടെന്ന് അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. അവളോട് ചേർന്ന് കിടന്നു. ആ നിമിഷം അവനും അവളുടെ ചൂട് ആവശ്യമായിരുന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഒരമ്മയുടെ വാത്സല്യത്തോടെ അവൻ്റെ തലമുടികളെ തലോടി. ഇടയ്ക്ക് എപ്പോഴും ഉറങ്ങി. രാവിലെ അവൾ ഉണർന്നപ്പോഴും അവൾ അവൻ്റെ കരവലയത്തിലായിരുന്നു. അവൾ മെല്ലെ അവൻ്റെ കൈ മാറ്റി അടുക്കളയിൽ പോയി ചായ ഇട്ട് കുളിച്ചു. ഫ്രിഡ്ജിൽ നിന്നും കേക്ക് എടുത്ത് ഡൈനിങ് ടേബിളിൽ വച്ചു. അവന് ചായയുമായി റൂമിൽ ചെന്നു. അവൾ ചെന്നപ്പോഴും അവൻ ഉറക്കമായിരുന്നു. അവൾ അവൻ്റെ നെറ്റിയിൽ തൊട്ടു നോക്കി. ഇല്ല, പനി മാറിയിരിക്കുന്നു. വിശേട്ട, എഴുന്നേൽക്ക്. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.